മക്കളെ ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ വരുമല്ലേ, അപ്പം നമുക്ക് ഉഷാറായിട്ട് പഠിക്കണ്ടേ? 10ാം ക്ലാസ്സിലെ ബയോളജിയിൽ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പാറ്റേൺ ഒക്കെ മാറി, എക്സാം ഒക്കെ ഭയങ്കര പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ്. ഇനി ടെൻഷനൊന്നും ആവശ്യമില്ല. ഇൻ്റർവെല്ലിൽ ദേ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ പോയി ഒരു ബുക്കൊക്കെ വാങ്ങിച്ച് നല്ല ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് പഠിക്കാം. ബയോളജിയിൽ നമുക്ക് 3ാമത്തെ 4ാമത്തെ ചാപ്റ്റർ, ആദ്യത്തെ 1ഉം 2 ചാപ്റ്ററിൽ നിന്ന് 20% ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഏതിന്? ക്രിസ്മസ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത്. 3ാമത്തെ ചാപ്റ്റർ നല്ല സെറ്റമയായിട്ട് അങ്ങ് പഠിക്കണം. ബിഹൈൻഡ് സെൻസേഷൻ, കണ്ണ്, മൂക്ക്, നാക്കൊക്കെ പഠിക്കാനുള്ള ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. പക്ഷെ 4ാമത്തെ ചാപ്റ്റർ കുറച്ച് പാടാണ്. കെമിക്കൽ ഹോമിയോസ്റ്റാറ്റിസിസ്, അതപ്പോൾ കുറച്ച് സമയം എടുത്ത് പഠിക്കേണ്ട ചാപ്റ്ററാണ് 4ാമത്തെ ചാപ്റ്റർ. ഇനി 5ാമത്തെ ചാപ്റ്റർ വരുമ്പോൾ ഡിഫൻസ് മെക്കാനിസം. ഡിഫൻസ് മെക്കാനിസം വളരെ ഈസിയാണ്, എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുമോ. ടെൻഷനൊന്നും അടിക്കേണ്ട, നിങ്ങൾ ഹാപ്പി ആയിട്ട് സമാധാനത്തോടെ അവിടെ ഇരുന്നാൽ മതി. ഈ ഒരു പരീക്ഷയല്ല നമ്മുടെ ലൈഫ് നിർണ്ണയിക്കുന്നത്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എക്സാമും ഉണ്ട്, നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം ഇങ്ങനെ ഒരു ഒച്ചിരിക്കുന്ന ഒരു പടം, ഒരു ചിത്രം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ട് ഇവിടെ പിയും ക്യൂവും അടയാളപ്പെടുത്താനായിരിക്കും ചോദിക്കുന്നത്. 1ാമത്തെ ചോദ്യം നോക്കാം മക്കളെ. ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ പാർട്സ് ഓഫ് പി ആൻഡ് ക്യൂ. ഇതെന്തിൻ്റെ പടമാണെന്ന് ചോദിച്ചാൽ കോക്ലിയയുടെയാണ്. പി എന്ന് പറയുന്നത് ആരാ? പി എന്ന് പറയുന്നത് സെമി സർക്കുലർ കനാലാണ്. പി ആരാ മക്കളെ? സെമി സർക്കുലർ കനാൽ. ഇനി ക്യൂ ആരാ? വെസ്റ്റിബുലർ നെർവ്. ക്യൂ ആരാ? വെസ്റ്റിബുലർ നെർവ്. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ക്യൂ. ക്യൂ എന്ന് പറയുന്നത് ആരായിരുന്നു? വെസ്റ്റിബുലർ നെർവ്. ഫങ്ഷൻ ഓഫ് വെസ്റ്റിബുലർ നെർവ് എന്ന് പറയുന്നത് ക്യാരീസ് ഇമ്പൾസ്. ഇമ്പൾസിനെ എന്ത് ചെയ്യുന്നു? വഹിക്കുന്നു. ഫ്രം ദ ഹെയർ സെൽ ഇൻ ദ സെമി സർക്കുലർ കനാൽ. നമ്മുടെ സെമി സർക്കുലർ കനാലുള്ള ഹെയർ സെല്ലിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇമ്പൾസിനെ വഹിക്കുന്നു. നമ്മൾ ഇമ്പൾസിനെ വഹിച്ച് അത് എവിടെ കൊടുക്കുന്നു? ബ്രെയിനിൽ കൊടുക്കുന്നു. വെസ്റ്റിബിൾ ടു ദ ബ്രെയിൻ ഇൻ റെസ്പോൺസ് ടു ദ ഹെഡ് മൂവ്മെൻറ്റ്. നമ്മുടെ ഹെഡ് മൂവ്മെൻറ്റിനനുസരിച്ച്. അപ്പം വെസ്റ്റിബുലർ നെർവ് എന്താ ചെയ്യുന്നത്? ഇമ്പൾസിനെ ക്യാരി ചെയ്യുന്നു. എവിടെ നിന്നുള്ളത്? സെമി സർക്കുലർ കനാലിലെ ഹെയർ സെല്ലിൽ നിന്നുള്ളത്. അപ്പോൾ ഒരിക്കലും മറക്കല്ല്, ഈ പടം ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. പി എന്താ? സെമി സർക്കുലർ കനാൽ. ക്യൂ എന്താ? ഈ ക്യൂ എന്താ? ഇതെന്താ? വെസ്റ്റിബുലർ നെർവ്. അപ്പോൾ ഒരിക്കലും മറക്കരുത്. ഇത് ഉറപ്പായിട്ടും നമ്മുടെ ബിഹൈൻഡ് സെൻസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ദൂരെയുള്ള ഓബ്ജക്റ്റിനെയും അടുത്തുള്ള ഓബ്ജക്റ്റിനെയും കാണുന്നതിനെ പറ്റി എന്തായാലും ചോദിച്ചിരിക്കും. ഇതിങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. വൈൽ വ്യൂവിങ് നിയർ ബൈ ഓബ്ജക്റ്റ്, അടുത്തുള്ളത് കാണുന്നതും ദൂരെയുള്ളത് കാണുന്നതും തമ്മിൽ ഉള്ള ഡിഫറൻസ്. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ അടുത്ത് കാണുകയാണ്, നിയർ ബൈ ആയിട്ട് കാണുകയാണ്. നിയർ ബൈ, അടുത്ത് കാണുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കണ്ണിൻ്റെ കർവേച്ചർ ഓഫ് ലെൻസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. കർവേച്ചർ ഓഫ് ലെൻസ് എന്ത് ചെയ്യുന്നു മക്കളെ? ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ സീലറി മസിൽ എന്ത് ചെയ്യുന്നു? സീലറി മസിൽ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പം അത്രയും ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പം അടുത്ത് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? സീലറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. കർവേച്ചർ ഓഫ് ലെൻസ് എന്ത് ചെയ്യുന്നു മക്കളെ? ഇൻക്രീസ് ചെയ്യുന്നു. ഇനി നമ്മൾ ഡിസ്റ്റന്റ് ഓബ്ജക്റ്റ്, അങ്ങ് വിദൂരയിലേക്ക് നോക്കൂ. അങ്ങ് ദൂരെയുള്ള നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫോക്കൽ ലെങ്താണ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. ലിഗമെന്റ്സ് എന്ത് ചെയ്യുന്നു? സ്ട്രെച്ച് ചെയ്യുന്നു. ഈ 4 പോയിന്റ്സ് ഇങ്ങനെ തന്നിട്ട് അടുത്തുള്ള ഓബ്ജക്റ്റിനെ കാണുമ്പോഴും ദൂരെയുള്ള ഓബ്ജക്റ്റിനെ കാണുമ്പോൾ തമ്മിൽ തരം തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ്സ് എഴുതാൻ ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ എഴുതിക്കോണം. അടുത്തുള്ളത് കാണുമ്പോൾ കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസ് ചെയ്യുന്നു, സീലറി മസിൽ കോൺട്രാക്ട് ചെയ്യുന്നു. ദൂരെയുള്ളത് കാണുമ്പോൾ ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു, ലിഗമെന്റ്സ് സ്ട്രെച്ച് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ഒരിക്കലും മറക്കരുത് കേട്ടോ മോനെ. ബയോളജി പരീക്ഷ എന്ന് പറഞ്ഞാൽ രോഗങ്ങളും അതിൻ്റെ സിംറ്റംസും ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് ബയോളജി പരീക്ഷയിൽ. അപ്പോൾ നമുക്ക് നോക്കാം രോഗവും അതിൻ്റെ കാരണവും. കാറ്ററാക്ട് അല്ലെങ്കിൽ ചെങ്കണ്ണ് വരാൻ കാരണം എന്താണ്? ഐ ലെൻസ് ബിക്കം ഒപ്പേക്ക്. ഐ ലെൻസ് എന്താവുന്നു? ഒപ്പേക്ക് ആവാനാണ് കാരണം. കൺജക്റ്റിവിറ്റീസ് വരാൻ കാരണം എന്താണ്? കൺജക്റ്റൈവിൽ ഇൻഫെക്ഷൻ വരുന്നു. പെട്ടെന്ന് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. ഗ്ലൂക്കോമ വരാൻ കാരണം എന്താ മോനെ? ഗ്ലൂക്കോമ വരാൻ കാരണം ഫെയിലർ ഓഫ് റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ. അക്വസ് ഹ്യൂമർ വലിച്ചെടുക്കാൻ, റീഅബ്സോർബ് ചെയ്യാൻ ഫെയിലർ സംഭവിക്കുന്നു. ഇനി ഷോർട്ട് സൈറ്റ്നെസ് വരാൻ കാരണം എന്താ? എൻലാർജ്ഡ് ഐബോൾ. വലിയ ഐബോളാണ് ഷോർട്ട് സൈറ്റ്നെസ് വരാൻ കാരണമാകുന്നത്. അപ്പോൾ ഏതൊക്കെ അസുഖമുണ്ട്? കാറ്ററാക്ട്, കൺജക്റ്റിവൈറ്റീസ്, ഗ്ലൂക്കോമ, ഷോർട്ട് സൈറ്റ്നെസ്. കാറ്ററാക്ട് വരാൻ കാരണം എന്താണ്? ഐ ലെൻസ് എന്താകുന്നു? ഒപ്പേക്കാകുന്നു. കൺജക്റ്റിവിറ്റീസ് വരാൻ കാരണം എന്താണ്? ഇൻഫെക്ഷൻ ഇൻ ദ കൺജക്റ്റീവ്. കൺജക്റ്റീവിൽ ഇൻഫെക്ഷൻ വരുന്നത്. ഗ്ലൂക്കോമ വരാൻ കാരണം എന്താണ്?
നമ്മുടെ അക്വസ് ഹ്യൂമർ റീഅബ്സോർബ് ചെയ്യാൻ ഫെയിലർ ആവുന്നത്. ഇനി ഷോർട്ട് സൈറ്റ്നെസ് വരാൻ കാരണം എന്താണ്? എൻലാർജ്ഡ് ഐബാൾ. അപ്പോൾ ഒരിക്കലും മറക്കല്ലേ ഈ 4 അസുഖവും അതിൻ്റെ കാരണവും ഒരിക്കലും മറക്കരുത്. ബിഹൈൻഡ് സെൻസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എങ്ങനെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഹൗ ഈസ് ഐ പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചാൽ എഴുതി വെക്കേണ്ട ആൾക്കാരാണ് അതേ ഇവർ ഇത്രയും പേര്. ഐലിഡ്സ്, ഐബ്രോ, ഐ ലാഷസ്, ഐ സോക്കറ്റ്. ആദ്യത്തെ 3 പേരെ ഒരേപോലെ തോന്നുമെങ്കിലും അവരുടെ ഫംഗ്ഷനൊക്കെ ഏകദേശം ഒരുപോലെ. അപ്പോൾ നമ്മൾ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. ഐലിഡ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ് ദ ഐ ഫ്രം ഡസ്റ്റ് ആൻഡ് എക്സ്റ്റേണൽ ഷോക്ക്. നമ്മുടെ പൊടിപടലങ്ങളിൽ നിന്നും വെളിയിൽ നിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നും നമ്മളെ കണ്ണിനെ സംരക്ഷിക്കുന്നതാണ് ഐ ലിഡ്സ്. ഐബ്രോ എന്താ ചെയ്യുന്നത്? സെയിം തന്നെ, പ്രൊട്ടക്ട് ദ ഐ ഫ്രം ഡസ്റ്റ് ആൻഡ് സ്വെറ്റ്. നമ്മുടെ പൊടിപടലങ്ങളിൽ നിന്നും വിയർപ്പിൽ നിന്നും നമ്മളെ കണ്ണിനെ സംരക്ഷിക്കുന്നതാണ് ഐബ്രോ. ഇനി ഐ ലാഷസ് എന്തിനാ സഹായിക്കുന്നത്? നമ്മുടെ ഐ ലാഷസ് എന്തിനാ സഹായിക്കുന്നത്? പ്രൊട്ടക്ട് ദ ഐ ഫ്രം ഡസ്റ്റിൽ നിന്ന്, പൊടിപടലം. ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഡസ്റ്റ്. ഇപ്പോൾ 1 പഠിച്ചാൽ 3, ഒരു വെടിക്ക് 3 പക്ഷി. ഇനി ഐ സോക്കറ്റ് എന്തിനാ സഹായിക്കുന്നത്? ഡിപ്രഷൻ ഇൻ ദ സ്കള്ള്. നമ്മുടെ സ്കള്ളിലെ ഡിപ്രഷനാണ് ഐ സോക്കറ്റ്. നമ്മുടെ ഐ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡിപ്രഷനാണ്, ഒരു കുഴിയാണ് എന്ത്? ഐ സോക്കറ്റ്. അപ്പോൾ ഹൗ ഐ ഈസ് പ്രൊട്ടക്റ്റഡ് എന്ന് വെച്ചാൽ ഐലിഡ്സ് ഓർക്കണം, ഐബ്രോ ഓർക്കണം, ഐലാഷസ് ഓർക്കണം, ഐ സോക്കറ്റ് ഓർക്കണം. ഐലിഡ്സ്, ഐബ്രോ, ഐലാഷസ്, ഐ സോക്കറ്റ്. നന്ന ഐലിഡ്സ്, ഐബ്രോ, ഐലാഷസ്, ഐ സോക്കറ്റ്. ഒരിക്കലും മറക്കല്ലേ, ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 10ാം ക്ലാസ്സിലെ ബയോളജി ചോദ്യ പേപ്പറുകളൊക്കെ ഒന്ന് എടുത്തു നോക്കുമ്പോഴേ എവിടെയെങ്കിലുമൊക്കെ അല്ല എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അക്വസ് ഹ്യൂമറും വിറ്ററസ് ഹ്യൂമറും തമ്മിലുള്ള വ്യത്യാസം. ഡിഫറൻസ് ബിറ്റ്വീൻ അക്വസ് ഹ്യൂമർ ആൻഡ് വിറ്ററസ് ഹ്യൂമർ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്വസ് ഹ്യൂമർ എന്ന് വെച്ചാൽ എന്താ? അതൊരു ഫ്ലൂയിഡാണ്. ദ ഫ്ലൂയിഡ് ഫിൽഡ് ഇൻ ബിറ്റ്വീൻ ദ കോർണിയ ആൻഡ് ലെൻസ്. അപ്പം അക്വസ് കേൾക്കുമ്പോൾ CL എന്ന് ഓർത്താൽ മതി. CL കോർണിയയും ലെൻസിനും ഇടയിലുള്ള ഫ്ലൂയിഡിനെയാണ് എന്ത് വിളിക്കുന്നത്? അക്വസ് ഹ്യൂമർ എന്ന് വിളിക്കുന്നത്. അവൻ എന്താ ശരിക്കും ചെയ്യുന്നത്? ഗിവ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ലെൻസ് ആൻഡ് കോർണിയ. ലെൻസിനും കോർണിയയ്ക്കും വേണ്ട ഓക്സിജനും നറിഷ്മെൻറ്റും ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്നു. ഇനി വിറ്ററസ് ഹ്യൂമർ എന്താ ചെയ്യുന്നത്? ദ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ഇൻ ബിറ്റ്വീൻ ലെൻസ് ആൻഡ് റെറ്റിന. അപ്പോൾ ഇത് LR എന്ന് ഓർത്താൽ മതി. ഇതെന്താ ഓർക്കേണ്ടത്? CL. വിറ്ററസിന് എടുക്കുമ്പോൾ LR എന്ന് ഓർത്താൽ മതി. C എന്ന് വെച്ചാൽ എന്താണ്? കോർണിയ. L എന്ന് വെച്ചാൽ ലെൻസ്. കോർണിയയുടെയും ലെൻസിനും ഇടയിലുള്ള ഫ്ലൂയിഡാണ് അക്വസ് ഹ്യൂമർ. എന്നാൽ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള ഫ്ലൂയിഡ് ഏതാണ്? വിറ്ററസ് ഹ്യൂമർ. ഇത് ഓക്സിജനും നറിഷ്മെൻറ്റും നൽകുന്നെങ്കിൽ ഇവരെന്താ ചെയ്യുന്നത്? വിറ്ററസ് ഹ്യൂമർ എന്താ ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് ദ ഐബാൾ. ഐബാളിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഐബാളിൻ്റെ ഷേപ്പ്, ആകൃതി എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഹ്യൂമർ ഏതൊക്കെയാണ്? അക്വസ് ഹ്യൂമറും വിറ്ററസ് ഹ്യൂമറും. അപ്പം നമ്മളിവിടെ 5 ചോദ്യങ്ങളാണ് എന്ത് ചെയ്തത്? നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇതിൽ ഉറപ്പായിട്ടും 1, 2, 3 ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ പഠിച്ച 5 ചോദ്യം നല്ല സെറ്റുമയായിട്ട് നിങ്ങളെല്ലാവരും പഠിക്കണം. ഒരു ബുക്ക് എടുത്തിട്ട് ഈ 5 ചോദ്യം എഴുതി വെച്ച് പഠിക്കണം. അക്വസ് ഹ്യൂമറും വിറ്ററസ് ഹ്യൂമറും ഉറപ്പാണ്, മറക്കേ ചെയ്യല്. അപ്പോൾ എന്ത് ചെയ്യണം? കൂടുതൽ വീഡിയോകൾക്കായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഇൻ്റർവെൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ബെൽ ബട്ടണൊക്കെ അടിച്ചമർത്തി അങ്ങ് അടിപൊളിയാക്ക്. ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ.